വേട്ടയാടുന്നു എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ തത്സമയം ചേരുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, സ്വാഗതം. 6 ഗ്രാം കഞ്ചാവും പുലിപ്പല്ലും ഉപയോഗിച്ച് വേടനെ വേട്ടയാടുന്നു എന്നുള്ള വിമർശനം പൊതുവെ ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. താങ്കളും അതേ വികാരം ധ്വനിപ്പിക്കുന്ന പോസ്റ്റുകൾ ഇട്ട് കണ്ടു. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ എത്താനാകുമോ? കേരള പോലീസും എക്സൈസും കേരളത്തിലെ ഡ്രഗ് പെഡലേഴ്സിനെയും ഡ്രഗ് മാഫിയയെയും തുരത്തുന്നതിന് വേണ്ടി ഒരു മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആ മിഷനിൽ സർക്കാരും മന്ത്രിയും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഇവിടെ ഡ്രഗ് കൊടുക്കുന്ന ആളുകളെ പിടിക്കും, ഡ്രഗ് വിൽപ്പന നടത്തുന്ന ആളുകളെ, അത് ഈ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ, ഇവിടെ മാത്രമല്ല ഡ്രഗിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോയി കേരളത്തിന് പുറത്തുള്ള സ്ഥലത്ത് പോലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തും. അവസാനം വന്നെത്തി നിൽക്കുന്ന എവിടെയാണ്? അവസാനം കാര്യമായ ആൾക്കാരെ ആരെയും പിടിക്കാൻ പറ്റുന്നില്ല. കാര്യമായ തരത്തിലുള്ള ഇടപെടൽ ഈ മേഖലയിൽ വിതരണം നടത്തുന്ന ആളുകളെ, രാസലഹരി വിതരണം നടത്തുന്ന ആളുകളെ പിടിക്കാൻ പറ്റുന്നില്ല. ക്രമേണ അത് കുറച്ച് സെലിബ്രിറ്റികളുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന 5 ഗ്രാമിൽ താഴെയുള്ള കഞ്ചാവ് പിടിക്കുന്നതിലേക്ക് കുറയുന്നു. അത് മാധ്യമങ്ങൾക്ക് ഒറ്റ കൊടുക്കുന്നു. മാധ്യമങ്ങൾ അത് വന്ന് വലിയ വാർത്തയാക്കി മാറ്റുന്നു. 24 മണിക്കൂറല്ല, അതിനുശേഷവും മാധ്യമങ്ങൾ അത് സജീവമായി നിലനിർത്തുന്നു. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അവിടെ വേടനെ പോലുള്ള ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഇൻഫർമേഷൻ കിട്ടുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ആർക്കെന്താ കുഴപ്പം? കഞ്ചാവ് സൂക്ഷിക്കുന്നത് നിയമപ്രകാരം കുറ്റകൃത്യമാണ്. അതിന് അയാൾ ബന്ധപ്പെട്ട ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ പോലീസിൽ നിന്ന് ജാമ്യം എടുത്ത് അദ്ദേഹം കേസ് നടത്തും. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് ഇത് കടക്കുകയാണ്. അത് പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ടാണ്. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സെക്ഷൻ 9 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഹണ്ടിങ്ങിനുള്ള ഒഫൻസ് ഇട്ട് അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതേ സമാനമായിട്ടുള്ള ഒഫൻസുകൾ ചാർജ് ചെയ്തുകൊണ്ട് ഹണ്ടിങ് ഒഴികെയുള്ള മറ്റ് ഒഫൻസസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു വൈൽഡ് ലൈഫിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെൻറ്റ് നിങ്ങളുടെ ഇത് പിടിച്ചെടുത്താൽ, വീട്ടിൽ നിന്ന് എന്തെങ്കിലും അവയവങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സംഗതികളോ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒഫൻസ് വരും. മോഹൻലാലിനെതിരെ മുമ്പ് ആനക്കൊമ്പ് കേസ് വന്നതാണ്. സർക്കാർ എന്താ ചെയ്തത്? മോഹൻലാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയല്ല ചെയ്തത്. സർക്കാർ ഇളവിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് എഴുതുകയും ഇളവ് വാങ്ങിച്ചു കൊടുക്കുകയും സർക്കാർ ഉത്തരവിറക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ നിരവധി കേസുകൾ നമുക്ക് സിനിമാ മേഖലയിൽ കയ്യിൽ ഇത്തരത്തിലുള്ള പുലിനഖമോ അല്ലെങ്കിൽ മറ്റ് സംഗതികളോ സൂക്ഷിക്കുന്ന ആളുകളെ നമുക്കെല്ലാം കാണാം. ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ പോയി നിന്നാൽ പുലിനഖം ആണെന്ന് തോന്നിപ്പിക്കുന്ന, പുലിനഖം പോലെ തന്നെയുള്ള മാല ധരിച്ചു വരുന്ന ഇഷ്ടം പോലെ ആളുകളെ കാണാം. ഞാൻ തന്നെ സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് ഈ മാല കിടക്കുന്നത് കാണാം. അതെ അതെ, അത് ചോദിക്കുവായിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കല് കേരളത്തിലെ ഏത് ക്ഷേത്രത്തിൽ പോയാലും സവർണ ശരീരങ്ങളിൽ ഇത്തരം അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ ഏത് സവർണ കുടുംബങ്ങളിൽ പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയും. ഇതെല്ലാം റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുന്നതിനും നിയമനടപടി സ്വീകരിക്കുന്നതിനും സർക്കാരിന് ഒരു തടസ്സവുമില്ല. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പിന്നീട് തെളിയിച്ചോളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇതുവരാരും ഇവിടുന്ന് ഓടിപ്പോകുന്ന ആളുകളൊന്നുമല്ല. ഇന്നലെ രാത്രി ഉണ്ടായ കള്ളക്കടത്തിൻ്റെ ഭാഗമായി പിടിച്ചെടുത്തതുമല്ല. അപ്പം ടാർഗറ്റഡ് ആയിട്ട് വേടനെതിരായിട്ട് ഒരു സംഗതി ഉണ്ടാവുന്നു. അതിനേക്കാൾ ഗുരുതരമായിട്ട് ഞാനത് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലോ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമായി കാണുന്ന ഒരു സംഗതി, മീഡിയ ഇതിനെ കഴിഞ്ഞ 48 മണിക്കൂറിലധികമായിട്ട് ഇത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നു. ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്പേസ് അതിന് കൊടുക്കുന്നു. മാത്രമല്ല അതിനപ്പുറത്തേക്ക് കടന്നിട്ട്, അതായത് വേടൻ എന്ന റാപ്പർ നടത്തുന്ന റാപ്പിനകത്തുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ ടൈറ്റിൽ കാർഡ് കൊടുത്ത് അതിനെ റദ്ദാക്കുന്ന, അതായത് ജീവിതത്തെ തന്നെ റദ്ദാക്കുന്ന തരത്തിലുള്ള വാർത്തയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ഇങ്ങനെ പറയുന്ന ഒരു കൗണ്ടർ പൊളിറ്റിക്സിൽ അമർഷമുള്ള ഒരു വലിയ വിഭാഗമുണ്ടെന്നും അവരുടെ വലിയ പിന്തുണ ഈ നടപടികൾക്ക് കിട്ടുന്നു എന്നും, ഇങ്ങനെ ഒരു നടപടി ഉണ്ടായപ്പോൾ അതിനെ ആ വലിയ വിഭാഗം ആഘോഷിക്കുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹരീഷ്? ആ ആഘോഷം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അനിൽ നമ്പ്യാരെ പോലുള്ള ആളുകളുടെ സ്റ്റാറ്റസുകൾ കണ്ടാൽ, അതിൻ്റെ സ്പീഡ് കണ്ടാൽ, കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരെ, അല്ലെങ്കിൽ സവർണ രാഷ്ട്രീയത്തെ, സംഘപരിവാർ രാഷ്ട്രീയം അല്ലെങ്കിൽ പോലും സവർണ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ആഹ്ലാദവും ആക്രോശവും, കോളനി
ഇളകി എന്നതുപോലെയുള്ള പരാമർശങ്ങളും റിഗ്രസീവായിട്ടുള്ള അങ്ങേയറ്റം അധപ്പതിച്ചിട്ടുള്ള പരാമർശങ്ങൾ, റിഗ്രസീവായിട്ടുള്ള ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് പോലും വരുത്താവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ ആഘോഷങ്ങൾ കാണാനുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ വ്യക്തിഗതമായി ഒരാളെ ടാർഗറ്റ് ചെയ്യാതെ ആണെങ്കിൽ പോലും വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് അത്തരമൊരു പേഴ്സണൽ ഹണ്ടിങ്, ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഹണ്ട് ചെയ്ത് താഴെ ഇടുക, വേടൻ്റെ ശബ്ദം ഇനി അധികം കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരിൽ സ്വാധീനിക്കാതിരിക്കുക എന്ന തരത്തിലുള്ള ഒരു സവർണ രാഷ്ട്രീയം കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. ഇവിടെ ഒരു കേസ് വരുമ്പോൾ ജാതി കാർഡ് സവർണ ശരീരങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കാതിരിക്കുകയും സവർണ വീടുകളിൽ കയറാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വേടനെതിരെ ഇത്തരത്തിൽ ഇത്ര ഫാസ്റ്റായി വളരെ വേഗത്തിലുള്ള ഒരു നടപടിയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ നടപടി സ്വീകരിക്കുന്നത് അതുകൂടി വിമർശിക്കപ്പെടേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജീവിത പരിസരങ്ങളിൽ നിന്ന് എത്തി ഇത്തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു യുവാവിനെ ഇങ്ങനെ കെണിവെച്ച് പിടിക്കും പോലെ തോന്നിപ്പോകുന്നത്, അത് സർക്കാരിൻ്റെ നടപടികൾ കൂടി വിമർശിക്കപ്പെടണം എന്നാണ് തോന്നുന്നത്. അതിൽ മാധ്യമങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല ഹരീഷ്. ഇതാരെങ്കിലും പ്ലാൻ ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി ചെയ്യുന്നൊരു സംഗതിയല്ല ജാതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് ആരെങ്കിലും ജാതി കാർഡ് ഇറക്കുന്നുമില്ല. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി കഴിഞ്ഞാൽ പിടിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ജാതി കാർഡ് ഇറക്കുന്നത്? ഇത് ആരും ജാതി കാർഡ് ഇറക്കുന്നില്ല. ജാതി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് ജാതി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നിരവധി കോടതി വിധിന്യായങ്ങളുണ്ട്. എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത്? ഒരേ തെറ്റ് പലര് ചെയ്യുമ്പോൾ ചില ആളുകളോട് പ്രത്യേക സമീപനം സ്വീകരിക്കുന്നതാണ് ഇന്ത്യക്കകത്ത് ജാതി പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് സിസ്റ്റംസ് പ്രവർത്തിക്കുന്നത്. ഈ പോലീസുകാരും വനം വകുപ്പുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് ഇയാളെ കൊടുക്കണമെന്ന് പറയുക പോലും അല്ല ചെയ്യുന്നത്. സൈക്കോളജിക്കലായിട്ടാണ് പലപ്പോഴും ജാതി പ്രവർത്തിക്കുന്നത്. ഇത് മനസ്സിലാവാത്ത ആളുകൾ, നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ജാതി കാർഡ് ഇറക്കുകയാണ് എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഈ ജാതി എങ്ങനെയാണ് സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ആളുകളാണ്. ഏതെങ്കിലും ഒരു ജാതിയിൽ പെട്ടതുകൊണ്ടാണ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ കീഴാള സമൂഹത്തിൻ്റെ സപ്രസ് ചെയ്യപ്പെട്ട സമൂഹത്തിൻ്റെ, അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ മാത്രമല്ല, ആ ഉയർത്തെഴുന്നേൽപ്പ് വേടൻ നടത്തുന്നത് വളരെ ശക്തമായ വാക്കുകളിലാണ്. വേടൻ മറ്റേതെങ്കിലും ആളുകളെ പോലെ പാടുക മാത്രമല്ല ചെയ്യുന്നത്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ ആ ആശയത്തിലേക്ക് കൊണ്ടുവരിക കൂടിയാണ്. ഒരു പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾക്കോ സർക്കാരിനോ പോലും കഴിയാത്ത ഒരു ആൻറ്റി കെമിക്കൽ ഡ്രഗ് ക്യാമ്പയിൻ പോലും വേടൻ നടത്തുന്നുണ്ട്. വേടൻ്റെ വാക്കുകൾ അത്ര ശക്തമായിട്ടാണ് ഈ കെമിക്കൽ ഡ്രഗുകൾക്കെതിരായിട്ട് പറയുന്നത്. വേടൻ പരസ്യമായിട്ടല്ലേ പറഞ്ഞത്? ആ സത്യസന്ധതയെങ്കിലും ആളുകൾ അംഗീകരിക്കണം. ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരാളെ ലോ ട്രീറ്റ് ചെയ്യുന്നത് ബെയിലബിൾ ഓഫൻസ് വെച്ചിട്ടാണ്. ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിനകത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിലും അയാളെ എന്നേക്കുമായി ജയിലിലിടാനല്ല പറയുന്നത്. ബെയിൽ കൊടുത്ത് അത് കഞ്ചാവാണെന്ന് ഉറപ്പുവരുത്തിയാൽ അയാൾക്ക് നടപടികളുണ്ട്. ഏതോ ഒരാൾക്കും ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോയതുപോലെ അത്തരത്തിലുള്ള അഡിക്ഷൻ സെന്ററുകളിലേക്ക് കൊണ്ടുപോവുകയാണ് അതിലുള്ള പോംവഴി. മറിച്ച് ഞാൻ ഈ പറഞ്ഞ പുലിപ്പല്ലിൻ്റെ ഉദാഹരണം വരുമ്പോഴേക്കും 7 വർഷം ഒരാൾ പുറത്തിറങ്ങില്ല, കേസിൻ്റെ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതും ഉറപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നതും അത് ആഘോഷിക്കുന്നതും, ഇത് രണ്ടും ജാതി കേരളത്തിൽ കൃത്യമായിട്ട് സവർണ ഇതിനെ പരിപോഷിപ്പിക്കുന്നതാണ്. അത് അരികുവൽക്കരിക്കപ്പെടുന്ന വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൽ വനം മന്ത്രി തന്നെ നേരിട്ട് വന്ന് പറയുകയാണ് 7 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകൾ ഞങ്ങൾ ഇതാ വേടനെതിരെ ചുമത്തിയിരിക്കുന്നു എന്ന്. സർക്കാരിൻ്റെ പരിപാടിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി, അദ്ദേഹത്തിൻ്റെ ആ ഷോ ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു കറക്ഷൻ പ്രോസസ്സിൽ കൂടി തിരികെ കൊണ്ടുവരേണ്ട, വളരെ ഗംഭീരമായി ആഘോഷിക്കപ്പെടേണ്ട ഒരു കലാകാരനോടാണ് ഇത് ചെയ്യുന്നത്. അത് സർക്കാർ തലത്തിൽ തന്നെ നിയമ നടപടികൾ അതിൻ്റെ വശത്തുകൂടി പോകുമ്പോഴും അയാൾക്കെതിരെ സ്വീകരിക്കേണ്ട ഒരു ചേർത്തു നിർത്തൽ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും വനം വകുപ്പിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് ഇരട്ടത്താപ്പാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ധരിക്കുന്നത് എന്താണെന്ന് പരിശോധിച്ച് അവരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരാണെങ്കിൽ ജയിലിലേക്ക് അയച്ചിട്ട് അവർ തെളിയിക്കട്ടെ എന്ന് ഇവർ പറയാത്തത്.
ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ മുട്ടിടിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ആൾക്കാരെ പിടിക്കാൻ. കേരളത്തിലുള്ള അത്തരം ശരീരങ്ങളെ തൊടാൻ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് മുട്ടിടിക്കും. എന്നാൽ അവർ നിയമപരമായി ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവർക്ക് ആരുടെ മുമ്പിൽ വേണമെങ്കിലും ന്യായീകരിക്കാം. വേടൻ നിയമപരമായ നടപടികളിലൂടെ അല്ലേ പോകുന്നത്, അങ്ങനെയല്ലേ പോകേണ്ടത്, അതല്ലേ നിയമത്തിന് ശരിയാണ്. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന ന്യായം ഇവർ പറയുമ്പോഴും സവർണ ശരീരങ്ങളെ തൊടാൻ കേരളത്തിലെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ അതിനെ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കോ ഒരു വലിയ പരിധിവരെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കോ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മോഹൻലാൽ ആ കേസ് നടത്തുമ്പോൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നതും വേടൻ അകത്താവുന്നതും. ഈ വ്യത്യാസം വളരെ പ്രകടമാണ്. ആ പ്രിവിലേജ്, ഏത് തരത്തിലുള്ള പ്രിവിലേജ് ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥ സംവിധാനത്തിനകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയും. പ്രിവിലേജ് ഇല്ലാത്ത ആൾ എന്നുള്ള നിലയ്ക്ക് വേടനെതിരായിട്ട് വളരെ സംഘടിതമായി എന്ന പോലെ ഒരു ആ ജാതി രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യുന്ന തരത്തിൽ. അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളെ കുറ്റം പറയാൻ കാരണം. ടൈറ്റിൽ കാർഡിനകത്ത് അയാളുടെ റാപ്പ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള അതിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടൈറ്റിൽ കാർഡുകൾ കൊടുക്കുക വഴി ആ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് വേട്ടയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് സെക്ഷൻ 9 ഇടുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഹണ്ടിങ്ങിനുള്ള ഒഫൻസ് ഇട്ട് അകത്തിടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെ പോലുള്ളൊരു ഇപ്പോൾ 10-12 കൊല്ലമായി ഞാൻ ഈ പണിയെടുത്ത് ജീവിക്കുന്നു. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പോലും നമ്മൾ കാണുന്ന സാധാരണഗതിയിൽ കണ്ടുവരുന്നൊരു സംഗതിയല്ല. അവർക്ക് ആ സംശയത്തിൻ്റെ ഇളവ് കൊടുത്തുകൊണ്ടാണ് അന്വേഷണം നടക്കുക. ജാമ്യത്തിൽ ഇറങ്ങി വേടൻ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ തുടരാൻ പറയുകയും ആ വിചാരണ നേരിടുകയും ചെയ്യുമെന്ന് പറയാം. അതിന് പകരം വളരെ റിഗ്രസീവായിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയിലേക്ക് പോകുന്നതിൻ്റെ പിന്നിലും സമൂഹത്തിൻ്റെ, ഞാൻ പറയുന്നത് അതിനകത്ത് മീഡിയയും സോഷ്യൽ മീഡിയയും ഉൾപ്പെടെ വലിയ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഇടപെടലാണ്. അതുകൊണ്ട് നോക്കൂ, നമ്മുടെ മുഴുവൻ ഈ കെമിക്കൽ ഡ്രഗിനെതിരായിട്ടുള്ള പോരാട്ടവും ഇപ്പോൾ വേടൻ്റെ 1.5 ഗ്രാം കഞ്ചാവിൽ എത്തി നിൽക്കുന്നു എന്നുള്ള ദയനീയമായ അവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത്. നന്ദി ഹരീഷ് വാസുദേവൻ, ഞങ്ങൾക്ക് ഒപ്പം ഈ ചർച്ചയ്ക്ക് എത്തിയതിന്. വേടൻ്റെ അറസ്റ്റ് അത് നിയമപ്രശ്നം മാത്രമല്ല, നിയമപരമായ ചോദ്യങ്ങൾ മാത്രമല്ല ഉയർത്തുന്നത്, മറ്റു പല ചോദ്യങ്ങളും, ഗൗരവതരമായ മറ്റു പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഹരീഷ് വാസുദേവൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.